ഓം ദേവികാനന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ഓം ദേവികാനന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ഓം ദേവികാനന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി. ഓം ദേവികാനന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ദേവികാനന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. എന്തോന്ന് പ്രാർത്ഥിക്കാൻ സമയം ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. കണ്ടൂടെ? അത് കണ്ട് മനസ്സിലായി. പക്ഷെ ഇന്നുവരെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ചിട്ട ഇല്ലല്ലോ. ഇതാകുമ്പോ രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് വിളക്ക് കത്തിച്ച് നീ കുളിച്ച് ഭംഗിയായിട്ട് വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ചാലേ, ഞാനൊരു പുസ്തകത്തിൽ വായിച്ച് നമ്മള് രാവിലെ എണിച്ച് കുളിച്ച് ഐശ്വര്യമായിട്ട് വന്നിരുന്ന് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വീടിന് നല്ല ഐശ്വര്യം ഉണ്ടാവും, ഭയങ്കര പുരോഗതിയൊക്കെ വരുന്നു. കറക്റ്റ്. ഞാനൊരു പുതിയ ഞാനായി മാറാനുള്ള ഒരു പരിപാടിയിലൊക്കെയാണ്. നന്നായി മണി, നല്ല കാര്യം. ഇപ്പോഴാണ് ഇതൊരു വീടായത്. ഞാനും കൂടെ വരാം പ്രാർത്ഥിക്കാം. എങ്ങോട്ട് പോണ്? കുളിക്കാനൊന്നും പൊക്കൂടാ. ചെല്, കുളിച്ച് പല്ലേച്ച് വാ. നീ ഒരു കാര്യം ചെയ്യ്, എന്തായാലും നല്ല കാര്യം. ആ പിള്ളേരെ കൂടെ വിളിച്ചോ ഒന്ന് ഇവിടെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി കുളിച്ചിട്ടൊന്നേ. ഈശ്വരാ രക്ഷിക്കണേ, നല്ലത് മാത്രം വരുത്തണേ. നാരായണ 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 നാരായണ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണ. എന്താ ചിരിക്കുന്നേ? അല്ല, പാട്ടൊക്കെ കേട്ടപ്പോ ചിരി വന്നു. എന്ത് പറ്റി? പക്ഷേ മണി, സത്യത്തിൽ ഇപ്പൊ പാടാൻ പറ്റിയ പാട്ട് എന്നറിയുമോ? വെണ്ണ തോൽക്കുമുടലോടെ. എന്ത് പറ്റി? എന്റെ രവി നല്ല ഭംഗിയായിരിക്കും, സുന്ദരിയായിരിക്കും. എന്ത് പറ്റി? എനിക്ക് മനസ്സിലായി, പിള്ളേരെ ക്രീമൊക്കെ എടുത്ത് തേച്ച്. ഓ പിന്നെ ക്രീം തേച്ചല്ലേ സൗന്ദര്യം വരുത്തണേ. ഒന്ന് പോ അവിടുന്ന്. ഈ ലുക്ക് കണ്ട് വീണല്ലേ നിങ്ങൾ എന്നെ കെട്ടിയത്? പാണി എടുത്തോണ്ടിരിക്കുമ്പോ കൊഞ്ചം വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിള്ളേരെ കെട്ടിച്ചു വിടാൻ നേരത്തെ ചെറുതായിട്ട് മുട്ടിയതല്ലേ ഉള്ളൂ. നല്ല വേദന ചേട്ടാ. ഇങ്ങോട്ട് വന്നാണ് മുട്ടിക്കൊണ്ടിരുന്നത്. എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. രാവിലെ പണി എടുക്കണതിനിടയിൽ വന്ന് കൊഞ്ചെല്ലാം ഞാൻ പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അടുക്കളയിൽ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സാമ്പാർ. എന്ത് നല്ല ചോദ്യം. അടുക്കളയിൽ എല്ലാവർക്കും നല്ല സുഖമായി ഇരിക്കുന്നു. പിന്നെ ഇത്തവണ വാങ്ങിച്ച സാധനങ്ങൾ ഒന്നും തേഞ്ഞില്ല. വെളിച്ചെണ്ണ 1 കിലോ കൂടെ വാങ്ങിച്ചൂടെ? നീ എന്താണ് വെളിച്ചെണ്ണ എടുത്ത് കുടിക്കുന്നത്? നീ മനസ്സിലാവുന്നില്ല. വെളിച്ചെണ്ണ ആദ്യം കൊണ്ടുവരുമ്പോ 5-6 കിലോ ഞാൻ കുടിക്കും. അത് കഴിഞ്ഞ് പിള്ളേർക്ക് കുറച്ച് കൊടുക്കും. ബാക്കിയുള്ള ലേശം വെച്ചാണ് ഞാൻ പാചകമൊക്കെ ചെയ്യണേ. ഇനി കുറച്ച് നിങ്ങൾക്ക് കൂടെ കലക്കി തരട്ടാ. നാളെ പോലെ ഞാൻ കുറച്ച് ആവണക്കെണ്ണ വാങ്ങിച്ചില്ല, അത് കുടി. നന്നായി. ശരി, ചായയിൽ രാവിലെ ആവണക്കെണ്ണ കലക്കി തരാം നന്നായിട്ട്. നീ പാഷാണം വരെ കലക്കി തരൂടി. പാഷാണം വേണമെങ്കിൽ പാഷാണോ കലക്കി തരും. അതാണ് എന്റെ ശീലം. നീ മറ്റേ ഭാർഗവൻ പിള്ളയുടെ മോളല്ലേ? ചെയ്യും ചെയ്യും ചെയ്യും. എടി രണ്ടെണ്ണം എവിടെ?